മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഡോക്ടർ സണ്ണി ഒരു മണ്ടനാണ്. എടാ മാക്കാൻ ചൂപ്പി, ഒരുപാട് പേര് ആഴത്തിൽ വിശകലനം ചെയ്ത് പ്രബന്ധം വരെ എഴുതി തയ്യാറാക്കിയ ലോക ക്ലാസിക്കാണ് മണിച്ചിത്രത്താഴ്. അതിലെങ്ങാനും തൊട്ടാ നിന്റെ മുഴുവൻ കേൾക്കൂ സഹോദര. എന്നാ പണം നട്ടപ്പാതിരാക്കി വട്ടളയി തെക്കിനിയിൽ കയറിയ ഗംഗ പറഞ്ഞത് വിശ്വസിച്ചാണ് ദുർഗാഷ്ടമിക്കാണ് കാരണവരെ കൊല്ലാൻ വേണ്ടി നാഗവല്ലി ഇരിക്കുന്നതെന്ന് ഡോക്ടർ സണ്ണി മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ദിവസം എത്തുന്നതിന് മുമ്പേ തന്നെ ഗംഗ നകുലനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നുണ്ട്. അതും ഡോക്ടർ സണ്ണി തന്റെ കഴിവ് കൊണ്ട് കണ്ടുപിടിച്ചതല്ല, അവിചാരിതമായി കണ്ടത് മാത്രമാണ്. വലിയ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ സണ്ണി തന്റെ കൂട്ടുകാരൻ ഏത് നിമിഷവും മരണപ്പെടാം എന്നുള്ള സ്ഥിതിയിലാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ വിവരം നകുലനോട് പറഞ്ഞില്ല. നകുലൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഗംഗ തലയിൽ അമ്മിക്കല്ലിടിച്ച് കൊല്ലാത്തത് നകുലൻ ചെയ്ത മുൻജന്മ സുഹൃതമാണ് എന്നതാണ് ഇന്നേ ദിവസത്തെ ചുരുളഞ്ഞ രഹസ്യം. കഴിഞ്ഞ ഇവിടെ മണ്ട കൊണാപ്പി, ആ സമയത്താണ് ഡോക്ടർ സണ്ണി ശ്രീദേവിയെ പൂട്ടിയിടാൻ പറഞ്ഞത്. ശ്രീദേവിയുടെ തലയിൽ വയ്ക്കാനാണ് ഗംഗ ഇതിരുന്നത്. ശ്രീദേവി ലോക്കായപ്പോഴേക്കും പിന്നെ കുറ്റകൃത്യം നടക്കൂല എന്ന് ഡോക്ടർ സണ്ണിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആ സാഹചര്യത്തിലാണെങ്കിലും നകുലൻ അലേർട്ടായിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പറയാമായിരുന്നല്ലോ. നകുലൻ ഉറങ്ങുന്ന ടൈം, ഉണരുന്ന ടൈം, ഡീപ്പ് സ്ലീപ്പിൽ പോണത്, എല്ലാ കാര്യങ്ങളും ഗംഗയ്ക്ക് അറിയാമെന്ന് ഡോക്ടർ സണ്ണി പറയാനുണ്ടല്ലാടേ. അപ്പം നകുലൻ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി എന്നുള്ളത് എളുപ്പത്തിൽ ഗംഗ പൊക്കും. അങ്ങനെ ഗംഗയ്ക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗംഗ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും റിയാക്ട് ചെയ്യും. കാരണം ഗംഗയുടെ ഈ ഒരു വിഷയം പുറം ലോകം അറിയരുത്, ഈ അസുഖം പുറം ലോകം അറിയരുതെന്ന് ഗംഗയ്ക്കുണ്ട്. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വിഷത്തിന്റെ പ്ലാൻ ചീറ്റിയ സമയത്ത് ഗംഗ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ നകുലനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അറിയുമല്ലോ. ഇവിടെ മറക്കട ഏതല്ല ഇത്ര നേരം പറഞ്ഞു കൊടുത്തത് ഗംഗയ്ക്ക് ഗംഗയുടെ അസുഖം പുറത്തറിയാൻ ഇഷ്ടമല്ല എന്നുള്ളത്. അങ്ങനെ വിഷം കൊടുത്തത് ഗംഗയാണെന്ന് പുറം ലോകം അറിഞ്ഞെന്ന് വിചാരിച്ച പോയിന്റിൽ ആ ഒരു ഭ്രാന്തിന്റെ അവസ്ഥ വലുതായിട്ട് വന്നതുകൊണ്ടാണ് അപ്പം തന്നെ ആൾക്കാർ മുമ്പേ ആണെന്ന് പോലും നോക്കാതെ അവൾ നകുലനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. അപ്പം ഇത് പുറത്തറിഞ്ഞിട്ടില്ല, അത് ശ്രീദേവിയുടെ തലയിലായെന്ന് ഗംഗയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം തന്നെ ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന് ഡോക്ടർ സണ്ണി പറഞ്ഞത്. ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന് ഡോക്ടർ സണ്ണി പറഞ്ഞതുകൊണ്ടാണ് ഗംഗ അപ്പം കൊല്ലാതെ പഴയതുപോലെ മാറിയത്. മനസ്സിലായ? പക്ഷെ അവിടെ പാളിപ്പോയി. ഗംഗ നകുലന്റെ 2 മീറ്റർ അപ്പുറത്ത് എത്തിയപ്പോൾ തന്നെ സണ്ണി ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സണ്ണി മനഃശാസ്ത്രജ്ഞനായതുകൊണ്ട് ഗംഗയുടെ എക്സ്പ്രഷൻ കണ്ട് ഗംഗ കൊല്ലാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞതാണെങ്കിൽ പോലും സണ്ണി ഗംഗയുടെ പുറകുവശത്തായിരുന്നു. എടാ അത് പിന്നെ അങ്ങനെ അത് എന്നാ പിന്നെ മറ്റൊന്നും കൂടി പറ. എന്ത്? ഗംഗ അവിടെ ഉള്ളപ്പോൾ ആരാണ് പൊട്ടിച്ചതെന്നും തെക്കിനിയിൽ ഡോക്ടർ സണ്ണി പൂട്ടിയിട്ട ഗംഗ എങ്ങനെ വെളിയിൽ വന്നെന്നും.